നാം ജനുവരിയിലേക്ക് പ്രവേശിച്ചു. അതോടൊപ്പം പുതിയൊരു ഗ്രിഗോറിയൻ വർഷത്തിലേക്ക് കൂടി പ്രവേശിച്ചു. അതേസമയം തന്നെ ഹിജറ വർഷ കലണ്ടർ പ്രകാരം റമളാനിലേക്ക് ഇനി 2 മാസം എന്ന അനുഗ്രഹീതമായ സന്ദേശം നമ്മെ അറിയിക്കുന്ന പവിത്രമായ റജബ് മാസത്തിൽ കൂടി നാം പ്രവേശിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അള്ളാഹുവിനോട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ. റമളാനിൽ ആരോഗ്യത്തോടുകൂടി ജീവിക്കാൻ റബ്ബ് തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റജബിലും ശഅബാനിലും അല്ലാഹു തആല നമുക്ക് ബറക്കത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഗ്രിഗോറിയൻ പുതുവർഷത്തിന്റെ ആരംഭം എന്ന നിലയിൽ നമ്മുടെ ദീനീ ദൗത്യം നിർവഹിക്കുന്നതിൽ നാം എപ്രകാരമാണ് നവീകരണം നടത്തേണ്ടത്? നവീകരണം ജീവിതത്തിൽ എപ്പോഴും ആവശ്യമാണ്. ഓരോ പുതുവർഷത്തിന്റെയും പ്രാരംഭം നവീകരണത്തെക്കുറിച്ചുള്ള ചിന്തയാണ് നമുക്കുണ്ടാവേണ്ടത്. നമ്മുടെ ജീവിതം എങ്ങനെ ക്രമീകരിക്കും? ഒരു ജോലി സ്ഥലത്താണെങ്കിൽ ആ ജോലിയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും എങ്ങനെ അടുത്ത വർഷം കൂടുതൽ ചിട്ടയിൽ ക്രമീകരിക്കും, നവീകരിക്കും എന്നതാണ് അവിടുത്തെ വിഷയമെങ്കിൽ, ഇസ്ലാമികമായ നമ്മുടെ ജീവിതം നമ്മൾ എങ്ങനെ നവീകരിക്കുകയും ക്രമീകരിക്കുകയും ചെയ്യണം, അതിനെ സംബന്ധിച്ചാണ് ഇന്നത്തെ ഖുത്ബയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു പറയാനും കേൾക്കാനും അതനുസരിച്ച് ജീവിക്കാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ ഖലീഫ അഥവാ പ്രതിനിധി എന്ന സ്ഥാനത്തിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനെ മാത്രമായുള്ള ഇബാദത്താക്കി ജീവിതത്തെ മാറ്റുക. അതോടൊപ്പം തന്നെ അള്ളാഹുവിനുള്ള ദിക്റിലായി ജീവിതം മുന്നോട്ട് പോവുക. അള്ളാഹുവിലുള്ള ഇബാദത്തിലും അള്ളാഹുവിലുള്ള ദിക്റിലുമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി അവന്റെ ദീനിന്റെ ഇഖാമത്തിന് വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ് വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമ്മുടെ ഉത്തരവാദിത്തം, നമ്മുടെ ദൗത്യം. സഹോദരങ്ങളെ, ഓരോ പുതുവർഷത്തിന്റെയും പ്രാരംഭത്തിൽ, അത് ഗ്രിഗോറിയൻ പുതുവർഷമാണെങ്കിലും അത് ഹിജ്രി പുതുവർഷമാണെങ്കിലും, അത്തരം ആലോചനകളാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് വരേണ്ടത്. അത്തരം ആലോചനകൾ വന്നാൽ നവീകരണവും ക്രമീകരണവും നമ്മുടെ ദീനീ ജീവിതത്തിൽ ഉണ്ടാവും എന്ന് മാത്രമല്ല, വീഴ്ചകൾ പരിഹരിച്ചുകൊണ്ട് ദൗത്യ നിർവഹണത്തെ കൂടുതൽ വ്യവസ്ഥപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കും എന്നുള്ളത് കൂടിയാണ് അതിൻ്റെ നേട്ടം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതം, നമ്മുടെ ദീനീ ജീവിതം എങ്ങനെ ക്രമീകരിക്കണം എന്ന് പുതുവർഷത്തിന്റെ ആരംഭത്തിൽ സംസാരിക്കാമെന്ന് തീരുമാനിച്ചത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമുക്ക് സമയബോധമുണ്ടാവുക എന്നതാണ് പ്രധാനമായിട്ടുള്ള സംഗതി. ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് മനുഷ്യന്റെ ആയുസ് മാത്രമല്ല, ലോകത്തിന്റെ ആയുസ്സും കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഒഴിവുവേള കിട്ടിയാൽ കഠിനാധ്വാനം ചെയ്യാനാണ് അല്ലാഹു തആല പറയുന്നത്. അതാണ് സൂറത്തു ശറഹിൽ നിന്ന് ഞാൻ ഉദ്ധരിച്ചത്. ഫഇദാ ഫറഗ്ത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്. നിനക്ക് ഒഴിവുവേള കിട്ടിയാൽ അള്ളാഹുവിന് വേണ്ടി നീ കഠിനാധ്വാനം ചെയ്യുക, നിന്റെ രക്ഷിതാവിലേക്ക് നീ ആഗ്രഹിക്കുകയും ചെയ്യുക. പ്രതീക്ഷകൾ വെച്ചു പുലർത്തിക്കൊണ്ട് നീ റബ്ബിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുക. ഒഴിവുവേളകളെ പരമാവധി പ്രയോജനപ്പെടുത്തുക. ഒഴിവുവേള എന്ന് പറഞ്ഞൊരു സംഗതി ഈ കാലഘട്ടത്തിൽ ആളുകൾക്കുണ്ടാവുമെന്ന് തോന്നുന്നില്ല. കാരണം ഒഴിഞ്ഞിരിക്കുകയാണെങ്കിൽ പോലും നമ്മുടെ മുമ്പിൽ നോക്കാൻ മൊബൈലുണ്ട്, അതിലങ്ങനെ ഓരോന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് മനുഷ്യർ. പക്ഷേ കൂടുതൽ പ്രയോജനപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി സമയത്തെ വിനിയോഗിക്കുക എന്നതാണ് ഒഴിവുവേളയെ നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, അതല്ലെങ്കിൽ അതിന്റെ വിവക്ഷ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിഅമത്താനി മഗ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനന്നാസ് അസ്ഹത്തു വൽ ഫറാഗ്. രണ്ട് അനുഗ്രഹങ്ങൾ പ്രയോജനപ്പെടുത്തുന്നിടത്ത് ലോകത്ത് അധിക ആളുകളും നഷ്ടകാരികളാണ്.
ആ രണ്ടനുഗ്രഹങ്ങളിൽ ഒന്ന് ആരോഗ്യമാണ്, രണ്ടാമത്തേത് ഒഴിവ് വേളയാണ്. ഒഴിവ് സമയത്തെ പ്രയോജനപ്പെടുത്തുന്നിടത്തും മിക്ക ആളുകളും പരാജയപ്പെട്ടു പോയിരിക്കുന്നു എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നമ്മളിൽ എല്ലാവരിലും ഏറിയോ കുറഞ്ഞോ ഇരിക്കുന്ന ഒരു ദുർഗുണമാണ് അലസത എന്ന് പറയുന്നത്. ആ അലസതയോട് രാജിയാവാൻ കഴിയണം. മൂസാ നബി അലൈഹി സ്വലാമയോടും ഹാറൂൻ നബി അലൈഹി സ്വലാമയോടുമായിട്ട് അല്ലാഹു തആല പറയുന്നൊരു കാര്യം വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അല്ലാഹു ഈ രണ്ട് പ്രവാചകന്മാരോടും പറഞ്ഞു, ഇദ്ഹബ് അൻത വ അഖൂക ബി ആയാതി വലാ തനിയാ ഫീ ദിക്രി. നിങ്ങൾ രണ്ടുപേരും ഫിറഔന്റെ അടുക്കലേക്ക് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളുമായി, എന്റെ ദൃഷ്ടാന്തങ്ങളുമായി പോകണമെന്ന് അല്ലാഹു പറയാൻ. വലാ തനിയാ ഫീ ദിക്രി, എന്നെ സ്മരിക്കുന്നതിൽ നിങ്ങൾ വീഴ്ച വരുത്താൻ പാടില്ല. അല്ലാഹുവിനുള്ള ദിക്റിൽ നിങ്ങൾ വീഴ്ച വരുത്താൻ പാടില്ല. ഷെയ്ഖ് സഅദി എന്ന് പറയുന്ന ഖുർആൻ വ്യാഖ്യാതാവ് ഇതിന് നൽകിയിരിക്കുന്ന വിശദീകരണം, നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കുന്നതിൽ മടി കാണിക്കുകയോ വീഴ്ച വരുത്തുകയോ ചെയ്യാൻ പാടില്ല. മടിയില്ലാതെ ജീവിക്കുക, മടിയില്ലാതെ സമയത്തെ വിനിയോഗിക്കുക, അലസതയില്ലാതെ വിനിയോഗിക്കുക. എന്തിലെല്ലാമാണ് ദീനീ ജീവിതത്തെ നമ്മൾ വിനിയോഗിക്കേണ്ടത്, സമയത്തെ നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടത്? അല്ലാഹുവിലുള്ള ദിക്റിൽ, ദിക്റുള്ളയിലും ഇബാദത്തിലും ദഅവത്തിലും പഠനത്തിലും മുഴുകിയ ഒരു ദീനീ ജീവിതം നയിക്കാനുള്ള പ്രതിജ്ഞയാണ് ഈ പുതുവത്സരത്തിന്റെ പ്രാരംഭത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലേക്ക് കടന്നു വരേണ്ടത്. ഒരു തീരുമാനം, ഈ വർഷത്തെ ഞാൻ പ്രയോജനപ്പെടുത്തും അല്ലാഹുവിലുള്ള ദിക്റിൽ, ഇബാദത്തുകളിൽ, ദീനിനെ പഠിക്കുന്നതിൽ, ദീനിനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിൽ, അങ്ങനെ ദീനിൽ കഴിവിന്റെ പരമാവധി മുഴുകിയ ഒരു ജീവിതമായിരിക്കും ഈ വർഷത്തെ എൻ്റെ ജീവിതമെന്ന് പ്രതിജ്ഞയെടുക്കാനുള്ള, തീരുമാനമെടുക്കാനുള്ള ഒരു സമയം കൂടിയാണ് പുതുവത്സരത്തിന്റെ പ്രാരംഭം എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു, അല്ലാഹുവിന്റെ ദീൻ ഏറെ നിരുത്സാഹപ്പെടുത്തിയ ദുർഗുണമാണ് അലസത എന്ന് പറയുന്നത്. കാരണം അലസത പരലോകം മാത്രമല്ല, ഇഹലോകവും നഷ്ടപ്പെടുത്തും. ഇഹലോകത്തും അലസനായിട്ടൊരു മനുഷ്യന് വിജയിക്കാൻ കഴിയില്ല. ഖൈലലി അബ്ദുൽ വാഹിദ് ബിൻ സുലൈമാൻ ബിൻ അബ്ദുൽ മലിക്, അബ്ദുൽ വാഹിദ് ബിൻ സുലൈമാൻ ബിൻ അബ്ദുൽ മലിക് എന്നൊരു മഹാനോട് പറയപ്പെട്ടു, മാ അദ്ഹബ മുൽക്കുക്കും, നിങ്ങളുടെ പൂർവികരുടെ അധികാരം എങ്ങനെയാണ് നഷ്ടപ്പെട്ടു പോയത്? അവരൊക്കെ വലിയ വലിയ രാജാക്കന്മാരായിരുന്നു, പിന്നീട് എങ്ങനെയാണ് അവരുടെ അധികാരമെല്ലാം നഷ്ടപ്പെട്ടു പോയത് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നൗമുൽ ഗദവാത്തി വശുറുബുൽ അശവാത്ത്, പ്രഭാതത്തിലെ ഉറക്കവും രാത്രിയിലെ മദ്യപാനവുമാണ് ഞങ്ങളുടെ അധികാരത്തെ നഷ്ടപ്പെടുത്തിയത്. രാവിലെ ഉറങ്ങും, രാത്രി മദ്യപിക്കും. അങ്ങനെ ഞങ്ങളുടെ പൂർവികർ കഴിഞ്ഞുകൂടിയപ്പോഴാണ് ഞങ്ങളുടെ അധികാരവും ഞങ്ങളുടെ ഭരണവുമെല്ലാം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത്. സഹോദരങ്ങളെ, ബറക്കത്തിറങ്ങുകയും ആളുകൾ കർമ്മനിരതരാവുകയും ചെയ്യേണ്ടുന്ന പ്രഭാത സമയത്ത് അദ്ദേഹത്തിന്റെ പൂർവ്വപിതാക്കന്മാരായ രാജാക്കന്മാരെ ഉറങ്ങുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. വിശ്വാസികൾ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കേണ്ടുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പൂർവ്വപിതാക്കൾ മദ്യപിക്കുകയായിരുന്നു. അങ്ങനെ അലസമായ ജീവിതം നയിച്ചത് കൊണ്ടാണ് തങ്ങൾക്ക് പിൽക്കാലത്ത് അധികാരം നഷ്ടപ്പെട്ടത് എന്ന് ആ മഹാൻ വിലയിരുത്തുകയാണ് ചെയ്യുന്നത്. സഹോദരങ്ങളെ, അതുകൊണ്ട് ദിവസത്തെ നന്നായി പ്രയോജനപ്പെടുത്തുക. ദിവസത്തിന്റെ ആദ്യ ഭാഗത്തെ, പ്രഭാതത്തിന്റെ ആദ്യ ഭാഗത്തെ നന്നായി പ്രയോജനപ്പെടുത്തണമെന്ന് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പ്രവാചകൻ പഠിപ്പിച്ച ഒരു പ്രാർത്ഥന എന്താണ്? അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുക്കൂരിഹ, പടച്ചതമ്പുരാനെ എൻ്റെ സമുദായത്തിന് അതിൻ്റെ ബുക്കൂറിൽ, കാര്യങ്ങൾ നേരത്തെ ചെയ്യുന്നതിൽ നീ സമൃദ്ധിയും ബറക്കത്തും പ്രദാനം ചെയ്യണമേ. കാര്യങ്ങൾ നേരത്തെ ചെയ്യുന്നതിൽ, അതിരാവിലെ ചെയ്യുന്ന കാര്യങ്ങളിൽ നീ ബറക്കത്ത് പ്രദാനം ചെയ്യണമേ, സമൃദ്ധി പ്രദാനം ചെയ്യണമേ എന്നതായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലിയൊരു പ്രാർത്ഥന. ഈ പ്രാർത്ഥന ഒരു സ്വഹാബി വര്യൻ കേട്ടു. അദ്ദേഹത്തിന്റെ പേര് സ്വഖറുൽ ഗാമിദി എന്നാണ്. സ്വഖറുൽ ഗാമിദി എന്ന് പറയുന്ന സ്വഹാബി വര്യൻ റളിയല്ലാഹു അൻഹു ഈ പ്രാർത്ഥന കേട്ടപ്പോ അദ്ദേഹം കച്ചവടം വളരെ നേരത്തെ തുടങ്ങി. കച്ചവടം ചെയ്യുമ്പോൾ കടയിലേക്ക് നേരത്തെ പോയി കട തുറക്കും.
അങ്ങനെ അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിന്റെ കച്ചവടത്തിൽ അദ്ദേഹത്തിന് വലിയ ബറക്കത്ത് ലഭിച്ചു, വലിയ സമൃദ്ധിയും നന്മയും അദ്ദേഹത്തിന്റെ കച്ചവടത്തിൽ അദ്ദേഹത്തിന് ലഭിച്ചു എന്ന് സഖറുൽ ഗാമിദി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. സഹോദരങ്ങളെ, അതിരാവിലെ ചെയ്യുക കാര്യങ്ങൾ. അതിരാവിലെയുള്ള സമയം അത് കൂടുതൽ നന്മയുള്ള സമയമാണ്. ആ സമയത്തെ പാഴാക്കാതിരിക്കാനുള്ള ജാഗ്രതയാണ് എല്ലാവരിലും വേണ്ടത്. പ്രപഞ്ചത്തിലെ പക്ഷികളും അതിരാവിലെയാണ് അവരുടെ അന്നം തേടി പുറപ്പെടുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ഇപ്രകാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ അന്നകും തവക്കലൂന അലല്ലാഹി ഹക്ക തവക്കുലിഹി ലറുസിഖ്തും കമാ തുർസഖുത് ത്വയ്റു തഗദു ഹിമാസൻ വതറൂഹു ബിത്വാനാ. നിങ്ങൾ അല്ലാഹുവിൽ വേണ്ടതുപോലെ പരമേൽപ്പിക്കുകയാണെങ്കിൽ, അല്ലാഹുവിൽ നിങ്ങൾ തവക്കുലാക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് അല്ലാഹു പക്ഷികൾക്ക് ഭക്ഷണം നൽകുന്നത് പോലെ അല്ലാഹു തആല നിങ്ങൾക്ക് അന്നം നൽകും. പക്ഷികൾ അതിരാവിലെ ആഹാരത്തിന് വേണ്ടി പുറപ്പെടുകയും അങ്ങനെ വൈകുന്നേരമാകുമ്പോഴേക്കും അവർ വയറ് നിറച്ചുകൊണ്ട് അവരുടെ കൂട്ടിലണയുകയും ചെയ്യുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. സഹോദരങ്ങളെ, ഒരുപാട് പാഠങ്ങൾ ഈ ചെറിയ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. തവക്കുൽ അഥവാ പരമേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചില ആളുകൾ ധരിച്ചിട്ടുള്ളത് ഒന്നും ചെയ്യാതെ വീട്ടിലിരിക്കുക എന്നുള്ളതാണ്. നിഷ്ക്രിയനായിട്ട് കഴിഞ്ഞുകൂടുക, ഒരു പ്രവൃത്തിയും ചെയ്യാതെ, ഒരു ജോലിയും ചെയ്യാതെ കഴിഞ്ഞുകൂടുക, ഇതാണ് തവക്കുൽ എന്ന് തെറ്റിദ്ധരിച്ചു പോയ ആളുകളുണ്ട്. പക്ഷെ അത് തിരുത്തി കൊടുക്കുകയാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം. കാരണം തവക്കുലിനെ പരാമർശിക്കുമ്പോൾ പക്ഷികളുടെ ഉപമയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പക്ഷികൾ അവരുടെ കൂട്ടിലിരുന്നാൽ അവരുടെ വയറ് നിറയുകയില്ല. അതുകൊണ്ട് അലസതയില്ലാതെ അതിരാവിലെയാകുമ്പോൾ പക്ഷികളെല്ലാം കൂട് വിട്ടു പോവുകയാണ്, കൂട്ടിൽ നിന്ന് പുറത്തു പോവുകയാണ്, അന്നം തേടി പുറപ്പെടുകയാണ്. അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുന്ന വ്യക്തിയും കാര്യകാരണങ്ങളുമായിട്ട് ബന്ധപ്പെടുമ്പോഴാണ് അല്ലാഹുവിന്റെ സഹായം നേടിയെടുക്കാൻ അയാൾക്ക് സാധിക്കുന്നത് എന്ന വലിയ സന്ദേശമാണ് ഈ ഹദീസ് നൽകുന്ന. സഹോദരങ്ങളെ, അതുകൊണ്ട് അലസതയില്ലാത്ത ജീവിതം നയിക്കുക, ക്രിയാത്മകമായ കർമ്മനിരതമായ ജീവിതം നയിക്കുക. ഒരു വിശ്വാസി ആദ്യമായിട്ട് വ്യവസ്ഥപ്പെടുത്തേണ്ടത്, ആദ്യമായി ചിട്ടയിലും ക്രമത്തിലുമാക്കേണ്ടത് അയാളുടെ ആരാധനകളാണ്. അയാളുടെ ആരാധനാനുഷ്ഠാനങ്ങൾ എന്ന് പറയുന്ന ഒരു സംഗതി, അത് ദീനിൽ പ്രധാനമായ കാര്യം തന്നെയാണ്. അലസത എന്ന് പറയുന്ന ഒരു സംഗതി ആളുകൾക്കുണ്ട്. അത് കാണുന്നത് ആരാധന നിർവഹിക്കാതിരിക്കുന്നതിലല്ല. കാരണം വിശ്വാസികൾ ആരാധന നിർവഹിക്കും, പക്ഷെ ചില ആളുകൾ ഒരു ഊർജ്ജസ്വലതയോടുകൂടി അത് നിർവഹിക്കില്ല. അവരെപ്പോഴും എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. നമസ്കാരത്തിലേക്ക് വരുമ്പോൾ, വെള്ളിയാഴ്ച ജുമുഅയ്ക്ക് വരുമ്പോഴൊക്കെ ഈ കാര്യം ഒരു ചടങ്ങിന് അത് ചെയ്തു എന്ന് മനസ്സിനെ ബോധ്യപ്പെടുത്തുക എന്നതിനപ്പുറത്ത് അതിന്റെ ചൈതന്യവും അവിടെ നിന്ന് കിട്ടുന്ന അറിവുകളും ഞാൻ നേടി എന്ന അർത്ഥത്തിലേക്ക് ആ ആരാധനയും ആ ആത്മീയമായിട്ടുള്ള പ്രവർത്തനത്തെയും ഉൾക്കൊള്ളുവാൻ പലർക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കർമ്മനിരതനായ ഊർജ്ജസ്വലനായ രീതിയിൽ പ്രവർത്തിക്കുക. ആരാധനകൾ നിർവഹിക്കുമ്പോൾ ആവേശത്തോടുകൂടി നിർവഹിക്കുക, ആത്മാർത്ഥതയോടെ മനസ്സറിഞ്ഞുകൊണ്ട് അത് നിർവഹിക്കുക, അലസതയില്ലാതെ അത് നിർവഹിക്കുക. ഖുർആൻ വ്യാഖ്യാതാവായ ഇമാം റാഗിബ് അലസതയെ വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറയാണ്, ആവേശത്തോടെയും ഊർജ്ജസ്വലതയോടുകൂടെയും ചെയ്യേണ്ടുന്ന പ്രവർത്തനം, ഇവ രണ്ടുമില്ലാതെ ചെയ്യുന്നതിനാണ് അലസത എന്ന് പറയുന്നത്. അലസത പാടില്ല എന്നുള്ളതാണ്. നമസ്കാരം അത് കപടവിശ്വാസികൾ നമസ്കരിക്കുന്നുണ്ട് എന്ന് ഖുർആൻ ഒരിടത്ത് പറയുന്നുണ്ട്. പക്ഷേ അവരെ നമസ്കരിക്കുമ്പോൾ അലസന്മാരായിട്ടായിരിക്കും നമസ്കരിക്കുക. അതാ ഖുർആന്റെ പ്രയോഗം. അങ്ങനെയാണ് അല്ലാഹു പറഞ്ഞത്, ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഉഹും. നിശ്ചയം കപടവിശ്വാസികളായ ആളുകൾ അല്ലാഹുവിനെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അല്ലാഹുവാണ് അവരിൽ തന്ത്രം പ്രയോഗിക്കുന്നത്. വൈദാ ഖാമൂ ഇലസ്വലാത്തി ഖാമൂ കുസാലാ യുറാഊന അന്നാസ വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീലാ. അവരെ നമസ്കാരത്തിലേക്ക് നിന്നാൽ അലസന്മാരായിട്ടായിരിക്കും നമസ്കാരത്തിലേക്ക് നിൽക്കുക. അവർ ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അല്ലാഹുവിനെ അല്പം മാത്രമേ അവർ സ്മരിക്കുന്നുള്ളൂ.
അള്ളാഹുവിൽ ലയിച്ചുകൊണ്ടുള്ള ആരാധനയല്ല അവരുടെ ആരാധന. ജനങ്ങളെ കാണിക്കാൻ വേണ്ടി പ്രദർശനപരതയോടുകൂടിയുള്ള ആരാധനയാണ്. അതോടൊപ്പം തന്നെ ആലസ്യമാണ് അവരുടെ ആരാധനകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് ഖുർആൻ തന്നെ നമ്മോട് പറയാൻ. ഇനി ദാനധർമ്മം ചെയ്യുമ്പോഴും കപടവിശ്വാസികളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ദാനധർമ്മം ചെയ്യുമ്പോഴും മനമില്ലാ മനസ്സോടുകൂടിയാണ് അവർ ദാനധർമ്മം ചെയ്യുന്നത്. എന്താ ഖുർആന്റെ പ്രയോഗം? വലാ യുൻഫിഖൂന ഇല്ലാ വഹും കാരിഹൂൻ. അവരുടെ മനസ്സിന് ഇഷ്ടമല്ല, ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്, പക്ഷെ വെറുപ്പോട് കൂടിയാണ്, അവരുടെ മനസ്സിന് ഇഷ്ടമില്ലാത്ത രീതിയിലാണ് അവർ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, ഇതൊക്കെ കപടന്മാരുടെ സ്വഭാവമാണ്. എന്നാൽ സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ ആരാധന എന്ന് പറയുന്നത് ഒരടിസ്ഥാനമായിട്ട് മാറണം. അത് ഇഖ്ലാസോടുകൂടിയും ഖുശൂഅോടുകൂടിയുമാണ് നിർവഹിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുവാൻ ഇതുവരെ നമുക്കതിന് സാധ്യമായിട്ടില്ലെങ്കിൽ ഇനിയുള്ള കാലത്തെങ്കിലും നമുക്കതിന് സാധ്യമാവണം എന്നുള്ളതാണ്. അതാണ് നമ്മുടെ മനസ്സിലേക്ക് ഇപ്പോൾ കടന്നു വരേണ്ടുന്ന ചിന്ത. അതായിരിക്കണം നമ്മുടെ തീരുമാനം. എൻ്റെ നമസ്കാരമടക്കമുള്ള എൻ്റെ എല്ലാ ആരാധനകളും അള്ളാഹുവിൽ പൂർണ്ണമായും ലയിച്ചുകൊണ്ടും ഖുശൂഅോടുകൂടിയായിരിക്കും ഞാൻ നിർവഹിക്കുക. എവിടെയും ആലസ്യമോ സ്വാർത്ഥതയോ പ്രദർശനപരതയോ എന്നെ പിടികൂടുകയില്ല. അങ്ങനെ ഇബാദത്തുകൾ നിർവഹിക്കാനാണ്, അങ്ങനെ ആരാധനകൾ നിർവഹിക്കാനാണ്, അങ്ങനെ നമസ്കരിക്കാനാണ് അല്ലാഹു തആല കൽപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ നമസ്കരിക്കുന്നവർക്കും ആരാധന നിർവഹിക്കുന്നവർക്കുമാണ് അല്ലാഹു വിജയം വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ വല്ലദീന ഹും ലിസ്സകാത്തി ഫായിലൂൻ. ഖുർആന്റെ പ്രയോഗം നോക്കി നിങ്ങൾ, അല്ലാഹു പറയാൻ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, നിശ്ചയം സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. ആരാണ് സത്യവിശ്വാസികൾ? അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവരുടെ നമസ്കാരങ്ങളിൽ, അവരുടെ നമസ്കാരത്തിൽ ഭയഭക്തി കൈകൊള്ളുന്നവരാണവർ. അതുപോലെ തന്നെ വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, വ്യർത്ഥമായ വിനോദങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നവരാണ്. വല്ലദീനഹും ലിസ്സകാത്തി ഫായിലൂൻ, അവർ സകാത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരാണ്, സകാത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. ആത്മാർത്ഥമായിട്ട് സകാത്ത് കൊടുക്കുന്നവരും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരും അതുപോലെ തന്നെ നമസ്കാരത്തിൽ ഭയഭക്തിയുള്ളവരുമാണ് യഥാർത്ഥ സത്യവിശ്വാസികൾ എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, കഴിഞ്ഞുപോയ വർഷത്തിൽ ആരാധനാനുഷ്ഠാനങ്ങളിൽ ബോധപൂർവമോ അല്ലാത്തതുമായ രീതിയിൽ ആലസ്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പുനർവിചിന്തനത്തിനും ഒരു പുനഃക്രമീകരണത്തിനുമുള്ള സന്ദർഭമായി ഈ പുതുവർഷവേളയെ നാം പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. സഹോദരങ്ങളെ, പവിത്രമായ റജബിന്റെ സന്ദർഭവും റജബിന്റെ ആമുഖവും അതിനുവേണ്ടിയാവട്ടെ നമ്മളെ പ്രയോജനപ്പെടുത്തുന്നത്. ആരാധനകൾ നന്നാക്കുക, അത് കൂടുതൽ കൃത്യതയോടുകൂടി നിർവഹിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ യഅലമൂന മാ ഫിൽ അത്മത്തി വസ്സുബ്ഹി ലഅതൗഹുമാ വലൗ ഹബ്വൻ. ഇശാ നമസ്കാരത്തിന്റെയും പ്രഭാത നമസ്കാരത്തിന്റെയും മഹത്വം അവരറിഞ്ഞിരുന്നുവെങ്കിൽ മുട്ടിലിഴഞ്ഞുകൊണ്ടെങ്കിലും ആ രണ്ട് നമസ്കാരത്തിനും അവർ വരുമായിരുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. മറ്റൊരു സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സ്വല്ലൽ ഇശാ ഫീ ജമാഅത്തിൻ ഫകഅന്നമാ ഖാമ നിസ്ഫൽ ലൈലി വമൻ സ്വല്ല സുബ്ഹ ഫീ ജമാഅത്തിൻ ഫകഅന്നമാ സ്വല്ലൽ ലൈല കുല്ലഹ്. ആരെങ്കിലും സംഘടിതമായിട്ട് ഇശാ നമസ്കാരം നിർവഹിച്ചാൽ രാത്രിയുടെ പകുതി ഭാഗം നമസ്കരിച്ചതുപോലുള്ള മഹത്വമാണ്, പ്രതിഫലമാണ് അയാൾക്ക് ലഭിക്കുക. സംഘടിതമായിട്ടൊരാൾ ഇശാ നമസ്കാരം നിർവഹിച്ചാൽ രാത്രിയുടെ പകുതി ഭാഗം നമസ്കരിച്ചതുപോലുള്ള പ്രതിഫലമാണ് അയാൾക്ക് ലഭിക്കാൻ പോകുന്നത്. സംഘടിതമായി ഒരാള് പ്രഭാത നമസ്കാരം നിർവഹിച്ചാൽ രാത്രി മുഴുവൻ നമസ്കരിച്ചതിന് തുല്യമായ പ്രതിഫലമാണ് അയാൾക്ക് ലഭിക്കാൻ പോകുന്നതെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. സഹോദരങ്ങളെ, ഇബാദത്തുകൾ നന്നാക്കുക, ആരാധനകൾ നന്നാക്കുക എന്നത് പരമപ്രധാനമാണ്. എന്നാൽ ആരാധനകൾ മാത്രമല്ല വിശ്വാസിയുടെ ജീവിതത്തിൽ നന്നാക്കേണ്ടത്. ആരാധനേതരമായ ധാരാളം ദൗത്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ നിർവഹിക്കാനുണ്ട്. ആ ദൗത്യങ്ങളെല്ലാം തന്നെ നവീകരിക്കുകയും ക്രമീകരിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു യഥാർത്ഥ വിശ്വാസിയായിട്ട് നമ്മൾ മാറുന്നത്. ഈ ജാഹിലിയത്തിന്റെ കൂരിരുട്ടിൽ നിന്ന് മനുഷ്യരെ, ലോകത്തെ വിമോചിപ്പിക്കുവാനുള്ള പ്രബോധന പ്രവർത്തനങ്ങളും നാം നിർവഹിച്ചേ പറ്റൂ, ക്രമീകരിച്ചേ പറ്റൂ. പരമ്പരാഗതമായിട്ട് പലരും പഠിച്ചിട്ടുള്ളതും പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളതും മതം എന്ന് പറഞ്ഞാൽ
മനുഷ്യനും ദൈവവും തമ്മിലുള്ള ഒരു സ്വകാര്യമായ വ്യവഹാരത്തിന്റെ പേരാണ് എന്നുള്ളതാണ്. പക്ഷേ ആ പരിമിതികൾ ഇസ്ലാമിനുള്ളതല്ല എന്ന് ലോകത്തോട് പറയാൻ, പ്രബോധനം ചെയ്യാൻ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരിലൂടെ മനുഷ്യനെ അല്ലാഹു തആല സമ്മാനിച്ചിട്ടുള്ള സമ്പൂർണവും സമഗ്രവുമായ ജീവിത വ്യവസ്ഥയാണ്. ആ ദീനിൽ ആത്മീയ കാര്യങ്ങൾ മാത്രമല്ല ഉള്ളത്, അതിൽ ധാർമ്മിക വിഷയങ്ങളുണ്ട്, അതിൽ കുടുംബ വിഷയങ്ങളുണ്ട്, അതിൽ സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ കാര്യങ്ങളെല്ലാം തന്നെ ദീനിലുണ്ട്. അങ്ങനെയുള്ള ഒരു സമഗ്ര ജീവിത പദ്ധതിയായിട്ട് ഈ ദീനിനെ പ്രബോധനം ചെയ്യുക, ആ ദഅവത്തിനെ, ആ പ്രബോധനത്തെ ക്രമീകരിക്കുക എന്നുള്ളതും ഇസ്ലാമിക ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം, ആ ഉമ്മത്തിലെ ഓരോ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളവും അതിൽ റോളുണ്ടാവണം. അതിനെയും ക്രമീകരിക്കുവാൻ നമുക്ക് സാധ്യമാവണം എന്നുള്ളതാണ്. കേവലം ഒരു ആധ്യാത്മിക കാഴ്ചപ്പാടായിട്ട് ഇസ്ലാമിനെ ആരെങ്കിലും തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ടെങ്കിൽ, ഒരു സമഗ്ര ജീവിത ദർശനമായി ഇസ്ലാമിനെ മനസ്സിലാക്കാനും പ്രബോധനം ചെയ്യാനും ഈ വർഷത്തിൽ മാത്രമല്ല, നമ്മുടെ ഇനിയുള്ള കാലങ്ങളിൽ മുഴുവൻ അബദ്ധവും അതുപോലെ തന്നെ വീക്ഷണകോണിലുള്ള തെറ്റായ കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തിക്കൊണ്ട് ശരിയായ ദീനീ പ്രബോധനം, ദീനിനെ മുഴുവനായും ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രബോധനം, അത് നിർവഹിക്കുവാൻ നമ്മൾ മുന്നോട്ട് വരേണ്ടുന്ന സന്ദർഭം കൂടിയാണിത്. കാരണം ദീനങ്ങനെ ഭാഗികമായി നിറവേറ്റാനോ പ്രബോധനം ചെയ്യാനോ പറ്റുന്ന ഒരു കാര്യമല്ല. ഭാഗികമായി ദീനിനെ ഉൾക്കൊള്ളുക എന്ന് പറയുന്ന ഒരു സംഗതിയുമില്ല. അതിനെ എതിർക്കുകയാണ്, അതിനോട് വിയോജിക്കുകയാണ് ഖുർആൻ ചെയ്തിട്ടുള്ളത്. അല്ലാഹു ചോദിക്കുന്നുണ്ട്, അഫതുഅ്മിനൂന ബിബഅദിൽ കിതാബി വതക്ഫുറൂന ബിബഅദ്. ഗ്രന്ഥത്തിൽ ചിലത് നിങ്ങൾ വിശ്വസിക്കുകയും ചിലത് നിങ്ങൾ നിരാകരിക്കുകയും ചെയ്യുകയാണോ? ആത്മീയ കാര്യങ്ങളും കുടുംബകാര്യങ്ങളും ഒക്കെ കൊള്ളാം, പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അത് പറയാൻ കൊള്ളില്ല. അതല്ലെങ്കിൽ ഈ കാലഘട്ടത്തിന് അത് ഫിറ്റല്ല എന്ന രീതിയിൽ കാണാനോ മനസ്സിലാക്കാനോ ആ രീതിയിൽ സമൂഹത്തിന്റെ മുമ്പിൽ പറയാനോ പ്രചരിപ്പിക്കാനോ പാടില്ല എന്നുള്ളതാണ്. അതിനെ മുഴുവനായും ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. അത് മുഴുവൻ ദീനാണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഈ ഖുർആനിലും ഹദീസിലും പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ദീനാണ്. അഫതുഅ്മിനൂന ബിബഅദിൽ കിതാബി വതക്ഫുറൂന ബിബഅദ്. ഗ്രന്ഥത്തിൽ നിന്ന് ചിലത് നിങ്ങൾ വിശ്വസിക്കുകയും ചിലതിനെ നിങ്ങൾ നിരാകരിക്കുകയും ചെയ്യുകയാണോ? ഫമാ ജസാഉ മൻ യഫ്അൽ ദാലിക ഇല്ലാ ഖിസ്യുൻ ഫിൽ ഹയാത്തി ദുനിയ. അത്തരം നിലപാട് സ്വീകരിച്ചാൽ അയാൾക്ക് ഈ ലോകത്ത് നിന്ദ്യത മാത്രമാണ് ലഭിക്കുക. വയൗമൽ ഖിയാമത്തി യുറദ്ദൂന ഇലാ അശദ്ദിൽ അദാബ്. ഈ ലോകത്ത് നിന്ദ്യതയും പരലോകത്ത് കഠിനമായ ശിക്ഷയുമാണ് അയാൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഈ ദീനിനെ മുഴുവനായും പൂർണ്ണമായും ഉൾക്കൊള്ളുകയും പ്രബോധനം ചെയ്യുക എന്നതാണ് ഇസ്ലാമിക ഉമ്മത്തിന്റെ ദൗത്യം എന്ന് പറയുന്നത്. ചരിത്രത്തിൽ പിൽക്കാലത്ത് പലതും സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അത് പ്രവാചകന്മാർക്കും അതുപോലെ തന്നെ ഉത്തമ നൂറ്റാണ്ടുകൾക്കും ശേഷമാണ്. പ്രവാചകന്മാർക്കും ഉത്തമ നൂറ്റാണ്ടുകൾക്കും ശേഷം ദീനിനെ ചിലർ അപൂർണമായി മനസ്സിലാക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത സാഹചര്യങ്ങളുണ്ടായി. മതം എന്ന് പറഞ്ഞാൽ അത് പള്ളിയിൽ ഒതുങ്ങി നിൽക്കണമെന്നും അത് സാമൂഹിക സാമ്പത്തിക ജീവിതത്തിൽ ഇടപെടാൻ പാടില്ലെന്നുമുള്ള വാദഗതികൾ ഉയർന്നു വന്നു. എന്നാൽ മുജദ്ദിദുകളായ പണ്ഡിതന്മാര് മുന്നോട്ട് വന്നു. ഈ ദീൻ സമഗ്രമാണെന്നും ഈ ദീനിൽ നിന്ന് വെട്ടിച്ചുരുക്കാൻ ആർക്കും ഒരു അധികാരവുമില്ലെന്നും വ്യക്തമാക്കി. സഹോദരങ്ങളെ, സഹോദരിമാരെ, ആ പണ്ഡിതന്മാരെയാണിന്ന് മതരാഷ്ട്രവാദികളും തീവ്രവാദികളുമായി പലരും വികലമായി ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നത്. മതരാഷ്ട്രവാദമെന്നല്ല, മനുഷ്യർക്കിടയിൽ വിഭജനമുണ്ടാക്കുന്ന, മനുഷ്യർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ഒരു വർത്തമാനവും അവർ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, മനുഷ്യർക്കിടയിൽ വിഭജനമുണ്ടാക്കുന്ന ഒരു വർത്തമാനവും അവർ പറഞ്ഞില്ല എന്ന് മാത്രമല്ല, ഈ പണ്ഡിത കേസരികൾ ആരും അവരുടെ സ്വന്തം ആശയങ്ങളല്ല സമൂഹത്തോട് പറഞ്ഞത്. അവർ സ്വന്തം കണ്ടെത്തിയ കാര്യങ്ങൾ അത് സമൂഹത്തോട് പറയുകയായിരുന്നില്ല. ഖുർആനിലും ഹദീസിലും ഉള്ളതുപോലെ പറയുക എന്ന ദീനീ ജീവിതത്തിലെ നീതിപൂർവമായൊരു കാര്യം മാത്രമാണ് അവർ ചെയ്തത്. അതിന്റെ പേരിലാണ് ഇന്നവരെ വികലമായി ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. ഇത് ഖുർആനിലും ഹദീസിലും പറഞ്ഞ കാര്യമാണ് ഇവർ പറഞ്ഞത്. മതജീവിതത്തിൽ എന്നതുപോലെ ഒരു വിശ്വാസിയുടെ സാമൂഹ്യ ജീവിതത്തിന്റെ നാനാ തുറകളിലും അല്ലാഹുവിനുള്ള പരമാധികാരത്തെക്കുറിച്ച് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഖുർആനിന്റെ വാദമാണ് സഹോദരങ്ങളെ.
അത് ഖുർആൻ പറഞ്ഞതാണ്. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ് അമറ അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ. അല്ലാഹു പറഞ്ഞതാണ്, അതീശാധികാരം അല്ലാഹുവിന് മാത്രമാണ്. അല്ലാഹുവിന് മാത്രം കീഴ്പ്പെട്ട് ജീവിക്കാനാണ് നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇത് ഖുർആൻ പറഞ്ഞതാണ്, ഇത് അല്ലാഹു പറഞ്ഞതാണ്. അങ്ങനെ എത്രയോ വചനങ്ങളിൽ, ഒരു വചനത്തിൽ മാത്രമല്ല എത്രയോ വചനങ്ങളിൽ അലാ ലഹുൽ ഖൽഖു വൽ അംർ, അറിയുക അവനാണ് സൃഷ്ടിപ്പെന്നത് പോലെ ശാസനാധികാരവുമുള്ളത് ഖുർആൻ പറഞ്ഞതാണ്. വമൻ ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫൗലൈക ഹുമുൽ കാഫിറൂൻ. അള്ളാഹുവിന്റെ അതീശാധികാരം ആരെങ്കിലും അംഗീകരിക്കാതിരുന്നാൽ അവർ നിഷേധികളാണ്, മറ്റൊരിടത്ത് ഫാസിക്കുകളാണ്, മറ്റൊരിടത്ത് വാലിമുകളാണ്. അങ്ങനെ ഖുർആൻ വിശദീകരിച്ച കാര്യങ്ങളാണ്. ഈ ഖുർആനികമായ ആശയത്തെയാണ് ഹാക്കിമിയത്ത് എന്ന് പറയുന്ന പദാവലിയിലൂടെ ആ മഹാന്മാരെ ആവിഷ്കരിച്ചത്. അത് ഖുർആൻ പറഞ്ഞ കാര്യങ്ങളാണ്. അത് ഖുർആനിലും ഹദീസിലും വളരെ കൃത്യമായി അർത്ഥശങ്കക്കും അവ്യക്തതയ്ക്കും ഇടയില്ലാത്ത രീതിയിൽ വിശദീകരിക്കപ്പെട്ട കാര്യങ്ങളാണ്. ഈ ദീനിന്റെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ ഉള്ളടക്കങ്ങളെ വെട്ടിച്ചുരുക്കാൻ ഒരാൾക്കും അധികാരമില്ല. അതും ഖുർആൻ പറഞ്ഞതാണ്. ഈ ദീൻ അത് പ്രവാചകന് ഈ രൂപത്തിലാണ് ലഭിച്ചിട്ടുള്ളതെങ്കിൽ, അത് പ്രവാചകന്മാരിലൂടെ ഈ രൂപത്തിലാണ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളതെങ്കിൽ, അത് വേറൊരു കോലത്തിൽ സമൂഹത്തിൽ പ്രബോധനം ചെയ്യുക, അത് വേറെ ഒന്നായിട്ട് സമൂഹത്തിൽ അവതരിപ്പിക്കുക. അങ്ങനെ അവതരിപ്പിക്കാൻ ലോകത്ത് ആർക്കും അധികാരമില്ലെന്നും ഖുർആൻ പറഞ്ഞതാണ്. എന്താ ഖുർആൻ പറഞ്ഞത്? ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ. അള്ളാന്റെ ദീനിൽ നിങ്ങൾ പൂർണ്ണമായുമാണ് പ്രവേശിക്കേണ്ടത്. ദീനിൽ നിന്ന് ഒന്നെടുക്കുകയും ഒന്ന് തള്ളുകയും ചെയ്യുക എന്ന രീതിയല്ല. അത് അക്രമമാണ്. വമൻ അളലമു മിമ്മൻ കതമ ഷഹാദതൻ ഇൻദഹു മിനല്ലാഹ്. അല്ലാഹുവിൽ നിന്ന് തനിക്ക് ലഭിച്ചിട്ടുള്ള ദീനീയ അധ്യാപനങ്ങളെ ഒളിപ്പിച്ചു വെക്കുന്നവനേക്കാൾ വലിയ അക്രമി ലോകത്താരുണ്ട്? അല്ലാഹു ചോദിക്കുക. അള്ളാഹുവിൽ നിന്ന് ദീനിന്റെ ഭാഗമായി തനിക്ക് ലഭിച്ചിട്ടുള്ള അധ്യാപനങ്ങളെ ഒളിപ്പിച്ചു വെക്കുന്നവനേക്കാൾ വലിയ അക്രമി ലോകത്താരുണ്ട്? വീണ്ടും ഖുർആൻ പറഞ്ഞില്ലേ, സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറഞ്ഞില്ലേ, ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യനാഹു ലിന്നാസി ഫിൽ കിതാബി ഉലൈക യൽഅനുഹുമുല്ലാഹു വയൽഅനുഹുമുൽ ലഈനൂൻ. ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ. അല്ലാഹു ഇറക്കിയ സന്മാർഗവും അല്ലാഹു ഇറക്കിയ ദൃഷ്ടാന്തങ്ങളും വചനങ്ങളും ഒളിപ്പിച്ചു വെക്കുന്ന ആളുകൾ, അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായിട്ട് അത് വിശദീകരിച്ചതിന് ശേഷം അത് ജനങ്ങളോട് അതൊന്നും പറയാതെ ദീനിൽ ചിലത് മാത്രം പറയുക, അതല്ലെങ്കിൽ ചില കാര്യങ്ങൾ മാത്രമേ ദീനിലുള്ളൂ എന്ന് പറയുക. ഇങ്ങനെ ദീനീ കാര്യങ്ങളെ ഒളിപ്പിച്ചു വെക്കുന്ന ആളുകൾ ഉലൈക യൽഅനുഹുമുല്ലാഹു വയൽഅനുഹുമുൽ ലഈനൂൻ. അവർ അല്ലാഹുവിന്റെ ശാപത്തിന് ഇരയാവുന്ന ആളുകളാണ്. ശപിക്കുന്ന ആളുകൾ മുഴുവനും അവരെ ശപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഖുർആനിന്റെ പ്രയോഗമാണ് സഹോദരങ്ങളെ. വസ്തുതകൾ ഇതായിരിക്കെ ചിലർ കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ് ചെയ്യുന്നത്. ചില മുസ്ലിം പണ്ഡിത വേഷധാരികൾ പോലും ഇസ്ലാമിന്റെ സമഗ്രതയിലൂന്നി പ്രബോധനം നിർവഹിച്ച പരിഷ്കർത്താക്കളെ ഇസ്ലാമിന്റെ സമഗ്രത പറഞ്ഞതിന്റെ പേരിൽ സാമൂഹിക ജീവിതത്തിലെ ദീനിന്റെ വിശാലമായ ഉള്ളടക്കങ്ങളെ സംബന്ധിച്ച് പ്രതിപാദിച്ചതിന്റെ പേരിൽ മോശമായി ചിത്രീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർക്കറിഞ്ഞുകൂടെ യഥാർത്ഥത്തിൽ ഖുർആനിലും ഹദീസിലുമുള്ള കാര്യങ്ങൾ മാത്രമേ അവരെ പറഞ്ഞിട്ടുള്ളൂ എന്ന്. ആ മുജദ്ദിദുകൾ ഖുർആനിലും ഹദീസിലും ഉള്ളതിനപ്പുറത്ത് ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഖുർആനിലും ഹദീസിലും വിശ്വസിക്കുന്നവർ എന്ന് പറയുന്നവർക്ക് അവരെ കുറ്റപ്പെടുത്താൻ എന്ത് അവകാശമാണുള്ളത്? അങ്ങനെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ, അക്കൂട്ടർ പണ്ഡിതന്മാരാണെങ്കിൽ, അങ്ങനെ കുറ്റപ്പെടുത്തുന്നവർ പണ്ഡിതന്മാരാണെങ്കിൽ, ആ പണ്ഡിതന്മാരെ സംബന്ധിച്ചാണ് ഖുർആൻ പറഞ്ഞത്, മസലുല്ലദീന ഹുമ്മിലുത് തൗറാത്ത സുമ്മ ലം യഹ്മിലുഹാ. തൗറാത്തിനെ വഹിക്കുന്ന ചില ആളുകളുണ്ട്, അവരതിനെ ശരിക്കും ഏറ്റെടുക്കുന്നില്ല. അവരതിനെ വഹിക്കുന്നു എന്ന് പറയുന്നു, പക്ഷേ അവരതിനെ ശരിക്കും ഏറ്റെടുക്കുന്നില്ല. കമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ എന്ന് ഖുർആൻ പ്രയോഗിക്കുന്നുണ്ട്. അവരെ കഴുതകളെ പോലെയാണ്, ഗ്രന്ഥം വഹിക്കുന്ന കഴുതകളെ പോലെയാണ്. അങ്ങനെ കുറെ ആളുകൾ ഖുർആനിലും ഹദീസിലും ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ പറഞ്ഞാൽ അതിന്റെ പേരിൽ ആക്ഷേപിക്കുകയോ, അതിന്റെ പേരിൽ ആളുകളെ കുറ്റപ്പെടുത്തുകയോ, അതിന്റെ പേരിൽ പണ്ഡിതന്മാരെ വക്രീകരിക്കുകയും വികലമായി സമൂഹത്തിന്റെ മുമ്പിൽ ചിത്രീകരിക്കുകയും ചെയ്യുകയോ, അതിന്റെ മുമ്പിൽ അവരെ തീവ്രത പറഞ്ഞവരാണെന്ന് ആക്ഷേപിക്കുകയോ, അതിനെന്തിനാണ് അങ്ങനെ പറയാൻ? ഒരു വിശ്വാസിക്ക് എന്താണ് ന്യായങ്ങൾ ഉള്ളത്? സഹോദരങ്ങളെ,
ഇങ്ങനെ മുജദ്ദിദുകളെ മോശമായി അവതരിപ്പിക്കുന്നവർക്ക് അധികാരികളുടെ ഭാഗത്ത് വലിയ സ്വീകാര്യതകൾ ലഭിക്കുന്നു എന്ന് മാത്രമല്ല, അവരുടെ സമ്മേളനങ്ങൾക്ക് മാധ്യമങ്ങൾ വലിയ വിസിബിലിറ്റി, വലിയ ദൃശ്യത നൽകുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇസ്ലാമിനോടുള്ള സ്നേഹം കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഈ പറയുന്ന ആളുകളൊക്കെ ഇസ്ലാമിനോടുള്ള സ്നേഹം കൊണ്ടാണ് ഇവരെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നത് എന്നാരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റായ ധാരണയാണ്. ഇവിടെ സ്ത്രീവിരുദ്ധവും അന്ധവിശ്വാസ ജഡിലവുമായ ഒരാശയമായി ഇസ്ലാമിനെ വികലമായിട്ട് അവതരിപ്പിക്കാൻ ചില പുരോഹിത സംഘങ്ങൾക്ക് സാധ്യമാവുമെന്ന് ഇസ്ലാമിന്റെ വിരോധികൾ വളരെ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഇസ്ലാമിന്റെ വിരോധികൾ ചില ആളുകളെ പ്രൊമോട്ട് ചെയ്യുകയാണ്. അവരെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അതിലൂടെ സംഭവിക്കുന്ന ഇസ്ലാമിനെ വികലമായിട്ട് അവതരിപ്പിക്കുക എന്ന അവരുടെ ലക്ഷ്യം, അതിലവർ വിജയിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ കേരളക്കരയിൽ ഒരു മുടിയുടെ പേരിൽ പ്രവാചകന്റെ കേശമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അന്തരീക്ഷത്തെ മലിനമാക്കിയ അവസ്ഥ നമ്മൾ ഇന്നും മറന്നുപോയിട്ടില്ല. അങ്ങനെയുള്ള ആളുകളെ ഇന്നും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പുരോഗമന രാഷ്ട്രീയത്തിന്റെ വക്താക്കൾ എന്ന് പറയുന്ന ആളുകളാണ്. അവർക്കെന്ത് പുരോഗമനം? വർത്തമാനത്തിലല്ലാതെ എന്ത് പുരോഗമനമാണ് ഇവർക്കുള്ളത്? അതേസമയം തന്നെ സാമൂഹിക പരിവർത്തനത്തിനും മനുഷ്യാവകാശങ്ങൾക്കും ദുർബല ജനവിഭാഗങ്ങളുടെ വിമോചനത്തിനും വേണ്ടി ഇസ്ലാമിന്റെ അടിത്തറയിൽ ശബ്ദിച്ചു കൊണ്ടിരിക്കുന്നവരെ വലിയ കുഴപ്പക്കാരും തീവ്രവാദികളുമായി ചിത്രീകരിക്കുന്നു എന്നുള്ളതാണ്. ഈ വൈരുദ്ധ്യത്തിലാണ് ഇന്ന് നമ്മൾ അകപ്പെട്ടിട്ടുള്ളത്. എന്നിട്ട് പറയും ഞങ്ങൾക്ക് ഇസ്ലാമിനോടൊക്കെ വലിയ സ്നേഹമാണ്, ഞങ്ങൾക്ക് ഇസ്ലാമിനോടൊന്നും ഒരു വെറുപ്പുമില്ല, പക്ഷേ ഇസ്ലാമിന്റെ പേരിൽ തീവ്രചിന്തകൾ പ്രചരിപ്പിക്കുന്നവരോടാണ് ഞങ്ങളുടെ വിരോധം. തീവ്രവാദം ആരെങ്കിലും പ്രചരിപ്പിക്കുന്നുവെങ്കിൽ, അതല്ലെങ്കിൽ തീവ്രവാദപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ആരെങ്കിലും ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ എതിർക്കണം, അവരെ ശിക്ഷിക്കണം, അവരെ നിഷ്കാസനം ചെയ്യാനുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യണം. പക്ഷേ അതിന് തെളിവ് വേണം. തെളിവില്ലാതെ ആളുകളെ തീവ്രവാദിയായിട്ട് ചിത്രീകരിക്കുക എന്നത് ഒരിക്കലും നീതിപൂർവമായിട്ടുള്ള ഒരു സംഗതിയല്ലെന്ന് മനസ്സിലാക്കാൻ സഹോദരങ്ങളെ, ബന്ധപ്പെട്ട ആളുകൾക്ക് സാധ്യമാവേണ്ടതുണ്ട്. ഞങ്ങൾക്ക് ഇസ്ലാമിനോട് സ്നേഹം ഉണ്ട്, ഞങ്ങൾക്ക് ഇസ്ലാമിനോട് മുസ്ലിങ്ങളോടൊന്നും ഒരു വെറുപ്പില്ല. പക്ഷെ അക്കൂട്ടരോടാണ് ഞങ്ങളുടെ വെറുപ്പ്, അക്കൂട്ടരോടാണ് ഞങ്ങളുടെ എതിർപ്പ് എന്നിങ്ങനെ പറയുന്ന ഒരു രീതി യഥാർത്ഥത്തിൽ ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കുന്ന മുഴുവൻ ആളുകളും നിങ്ങൾ ലോകത്തുനിന്ന് എടുത്ത് പരിശോധിക്കാൻ അങ്ങനെയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ ഇസ്രായേൽ അടക്കം ആ രീതിയിലാണ് സംസാരിക്കുന്നത്. ഇസ്രായേൽ പറയും ഞങ്ങൾക്ക് ഫലസ്തീനികളോടൊന്നും ഇല്ല, ഒരു വിരോധവുമില്ല, ഞങ്ങൾക്ക് വിരോധം ഹമാസിനോടാണ്. അങ്ങനെ ഹമാസിനെ ഒരു നാട്ടക്കുറിയായി നിർത്തിക്കൊണ്ട് ഫലസ്തീനെ നശിപ്പിക്കുക എന്ന പ്രവൃത്തിയാണ് അവർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എങ്കിൽ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ മണ്ഡലങ്ങളിലെല്ലാം ഇസ്ലാമുണ്ട്. അവിടെയെല്ലാം ഉള്ളടക്കമുള്ള വിശാലമായിട്ടുള്ള സമഗ്രമായ മാർഗനിർദ്ദേശങ്ങളാണ് പ്രവാചകന്മാരിലൂടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പ്രബോധനം ചെയ്യുന്ന ഇസ്ലാമിക കൂട്ടായ്മകളെ ഒരു നാട്ടക്കുറിയായി നിർത്തിക്കൊണ്ട് സഹോദരങ്ങളെ ഇസ്ലാം ഭീതിയും ഇസ്ലാമോഫോബിയും പ്രചരിപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇന്ന് സമൂഹത്തിൽ നമ്മുടെ കേരളക്കരയിൽ പോലും കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ അജണ്ടയെ നമ്മൾ തിരിച്ചറിയണം. ഈ അജണ്ടയെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് പുതുവർഷത്തിലൂടെ എന്നല്ല വരുംകാലത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോവേണ്ടത്. നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങളെ ക്രമീകരിക്കുകയും നവീകരിക്കുകയും ചെയ്യണം. പ്രവാചകന്മാരെ പ്രബോധനം ചെയ്ത ശരിയും സമ്പൂർണവുമായ ഇസ്ലാമിനെ വിചിത്രവും വികലവുമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു കാലം വരും. അന്ന് ശരിക്കുള്ള ഇസ്ലാം പറയുമ്പോൾ, ആ പൂർണ്ണമായ പെർഫെക്റ്റ് ആയിട്ടുള്ള ഇസ്ലാം പറയുമ്പോൾ ആളുകൾ അതിനെ വികലമായിട്ട് അവതരിപ്പിക്കും. അങ്ങനെ ഒരു കാലം വരുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ബദഅൽ ഇസ്ലാമു ഖരീബാ വസയഊദു ഖരീബാ ഫതൂബാ ലിൽ ഖുറബാ. ഇസ്ലാം ഖരീബായിട്ടാണ് തുടങ്ങിയത്. പ്രവാചകൻ തുടങ്ങിയപ്പോഴും ഇതെന്ത് ഇസ്ലാമാണെന്ന് ചോദിച്ചു. ഇതെന്താണ് ഈ മുഹമ്മദ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് പ്രവാചകന്റെ മേക്കിട്ട് കയറിയവർ അങ്ങനെ ഇസ്ലാമിനെ വിചിത്രമായിട്ട് ഇനിയും അവതരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകും. ഫതൂബാ ലിൽ ഖുറബാ. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ വിചിത്രമായിട്ട് ഇസ്ലാമിനെ കാണുന്ന കാലത്ത് ജീവിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുക. അവർക്ക് ദൗത്യമുണ്ട്. ആളുകൾ ഇസ്ലാമായിട്ട് ശരിയായ ഇസ്ലാമായിട്ട് മനസ്സിലാക്കിയിട്ടില്ലാത്ത കാര്യങ്ങൾ, അത് ശരിയായ ഇസ്ലാം എന്താണെന്ന് സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കുക എന്നതായിരിക്കണം അക്കാലഘട്ടത്തിലെ നിങ്ങളുടെ ദൗത്യമെന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തന്നിട്ടുണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ട് ഭയലേശമില്ലാതെ ഇസ്ലാമിന്റെ സമഗ്രവും സമ്പൂർണവുമായ രൂപത്തെ സമൂഹത്തിന്റെ മുമ്പിൽ പ്രചരിപ്പിക്കുക എന്ന ദൗത്യമാണ് ഇവിടെ നാം നിർവഹിക്കേണ്ടത്. അതല്ലെങ്കിൽ പുതുവർഷത്തിൽ നാം ക്രമീകരിക്കേണ്ടത്.
ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹി അലാ ബസീറത്തിൻ അന വമൻ ഇത്തബഅനി. പ്രവാചകരെ നിങ്ങൾ പറയണം, ഇതാണ് എൻ്റെ വഴി, ഇതാണ് എൻ്റെ വഴി, ഈ സമ്പൂർണമായ ദീൻ അതാണ് എൻ്റെ വഴി. അദ്ഉ ഇലല്ലാഹി അലാ ബസീറത്തിൻ, ഒരു ഉൾക്കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ അല്ലാഹുവിലേക്ക് ഞാൻ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. വമൻ ഇത്തബഅനി, എന്നെ പിൻപറ്റിയ ആളുകൾ നിർവഹിക്കുന്ന ദൗത്യവും അതാണ്. സമഗ്രവും സമ്പൂർണവുമായ ദീനിലേക്ക് ആളുകളെ ക്ഷണിക്കുക എന്ന ദൗത്യം. വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതൻ ലിതകൂനൂ ശുഹദാഅ അലന്നാസി വയകൂന റസൂലു അലൈക്കും ഷഹീദാ. പ്രവാചകൻ നിങ്ങൾക്ക് സാക്ഷിയായതുപോലെ എപ്രകാരമാണോ ഈ പ്രവാചകൻ നിങ്ങൾക്ക് ദീൻ പറഞ്ഞു തന്നത്, അതുപോലെ യാതൊരു ഏറ്റക്കുറച്ചിലുമില്ലാതെ ദീൻ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുക എന്നതാണ് നിങ്ങളുടെ ദൗത്യമാവേണ്ടതെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല നമ്മെ അറിയിക്കുകയാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ഇത് വിചാരണയുടെ, സ്വയം വിചാരണയുടെ വേളയാണ്. ഓരോ പുതുവർഷത്തിന്റെ പ്രാരംഭവും സ്വയം വിചാരണയുടെ വേളയാണ്. നമുക്ക് എത്രത്തോളം ദിക്റുള്ളയിലും ഇബാദത്തിലുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്? അല്ലാഹുവിന്റെ ദീനിനെ ഭൂമിയിൽ നിലനിർത്താനുള്ള പരിശ്രമത്തിൽ ഓരോ വ്യക്തിക്കും എത്രത്തോളം മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്? സമഗ്രവും സമ്പൂർണവുമായി ദീനിന്റെ ദഅവത്ത് എത്രത്തോളം നിർവഹിക്കാൻ കഴിഞ്ഞു എന്നതിനെ സംബന്ധിച്ചെല്ലാം ആവണം നമ്മുടെ ആത്മവിചാരണകൾ. സഹോദരങ്ങളെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പുതുവർഷ വേളകൾ ആഘോഷത്തിന്റെ വേളകളല്ല, ആത്മവിചാരണയുടെ വേളകളാണ്. വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പരിഹരിക്കാനും വരും വർഷങ്ങളിൽ കൂടുതൽ ക്രിയാത്മകമാക്കാനും ഈ വർഷം തന്നെ തുടങ്ങുകയാണ്. അതുകൊണ്ട് കൂടുതൽ ക്രിയാത്മകമാക്കാനും നമുക്ക് സാധ്യമാവണം എന്നുള്ളതാണ്. അല്ലാഹു പറയാണ്, ഇഅ്മലൂ ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു വൽ മുഅ്മിനൂൻ വസതുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ. നിങ്ങൾ പ്രവർത്തിക്കുക, ആളുകൾ എന്തെങ്കിലും പറയട്ടെ, പക്ഷേ നിങ്ങൾ പണിയെടുക്കുക. ഇസ്ലാമിന്റെ ഭൂമികയിൽ പണിയെടുക്കുന്നവർ പ്രവർത്തിക്കുക. അല്ലാഹു നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കാണുന്നുണ്ട്, അല്ലാഹുവിന്റെ ദൂതനും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കാണുന്നുണ്ട്. യഥാർത്ഥ സത്യവിശ്വാസികൾ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കാണുന്നുണ്ട്. ദൃശ്യവും അദൃശ്യവും അറിയുന്ന അല്ലാഹുവിലേക്കാണ് നിങ്ങളുടെ മടക്കം എന്ന് പറയുന്നത്. നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് അല്ലാഹു അതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് നൽകുന്നതാണ്. അല്ലാഹു നിങ്ങൾ പ്രവർത്തിച്ചതെന്തോ അത് നിങ്ങളെ അറിയിച്ചു തരുന്നതാണ്. ഖുർആൻ പറയാൻ സഹോദരങ്ങളെ, അലസത ഒഴിവാക്കി ക്രിയാത്മകമാവുക എന്നുള്ളതാണ്. മഹാനായ ഇമാം മുഹമ്മദ് ബിൻ അലി റളിയല്ലാഹുവിന് സ്വന്തം പുത്രൻ നൽകുന്ന ഒരു ഉപദേശമുണ്ട്. യാ ബുനയ്യ ഇയ്യാക വൽ കസൽ, പൊന്നുമോനെ നീ അലസത ഒഴിവാക്കണം. ഫഇന്നഹാ മിഫ്താഹു കുല്ലി ശർ, എല്ലാ തിന്മകളുടെയും താക്കോലാണ് അലസത. വയൻ കസൽത ലം തുഅദ്ദി ഹഖ്ഖാ, നീ അലസനായി കഴിഞ്ഞാൽ ഒരു ബാധ്യതയും നിനക്ക് നിറവേറ്റാൻ കഴിയില്ല. അതുകൊണ്ട് അല്ലാഹുവോട്, സമൂഹത്തോട്, പ്രപഞ്ചത്തോട്, പരിസ്ഥിതിയോട്, ചുറ്റുപാടിനോടെല്ലാം നമുക്ക് കടപ്പാടുകളാണുള്ളത്. വിശ്വാസിക്ക് കടപ്പാടുകളാണുള്ളത്. ആ കടപ്പാടുകൾ ക്രിയാത്മകമായി നമുക്ക് നിറവേറ്റാൻ സാധിക്കണമെങ്കിൽ അലസത എന്ന് പറയുന്ന ദുർഗുണം, കഴിവിന്റെ പരമാവധി നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. അതിനൊരു പ്രാർത്ഥനയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കസ്ലി വഅഊദു ബിക മിനൽ ജുബ്നി വഅഊദു ബിക മിനൽ ഹരിമി വഅഊദു ബിക മിനൽ ബുഖൽ. അല്ലാഹുവേ, അലസതയിൽ നിന്നും, ഭീരുത്വത്തിൽ നിന്നും, അതുപോലെ തന്നെ അവശമായ വാർദ്ധക്യത്തിൽ നിന്നും, അതുപോലെ ലുബ്ധിൽ നിന്നുമെല്ലാം ഞാൻ നിന്നോട് അഭയം ചോദിക്കുന്നു എന്ന് പ്രാർത്ഥിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയാണ്. സഹോദരങ്ങളെ, ഊർജ്ജസ്വലമായ ക്രിയാത്മകമായ ഒരു വർഷമാക്കി ഈ പുതുവർഷത്തെ നമുക്കും പടച്ചതമ്പുരാൻ മാറ്റിത്തരുമാറാവട്ടെ. അല്ലാഹു റജബിൽ ശഅബാനിൽ കൂടുതൽ ബറക്കത്ത് നൽകുകയും റമളാനിൽ ജീവിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ.